അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സഫ് നിൽക്കുന്ന രൂപം. ബാബുൽ മൗഖിഫി, എവിടെയാണ് മഅ്മൂം നിൽക്കേണ്ടത്, എവിടെയാണ് ഇമാം നിൽക്കേണ്ടത്. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ബിത്തു ഫീ ബൈത്തി ഖാലത്തി മൈമൂന, ഞാൻ എൻ്റെ ഖാലത്ത് മൈമൂനയുടെ വീട്ടിൽ ഒരിക്കൽ രാത്രി താമസിച്ചു. മൈമൂന എന്ന് പറയുന്ന ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് മൈമൂന റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി വിവാഹം കഴിച്ചത് മൈമൂന ബീവിയാണ്. എത്ര ഭാര്യമാരുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി വഫാത്താവുന്ന സമയത്ത് 9 ഭാര്യമാരുണ്ട്. അതിനു മുമ്പ് ഖദീജ ബീവി നേരത്തെ വഫാത്തായിട്ടുണ്ടല്ലോ. പിന്നെ മരിയത്തുൽ ഖിബ്തിയ എന്നൊരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, വെള്ളാട്ടി. ഖദീജ ബീവി ഉള്ള സമയത്ത് നബിക്ക് വേറെ ഭാര്യമാരില്ല. ഖദീജ ബിയുടെ വഫാത്തിന് ശേഷമാണ് സൗദാ ബീവി വിവാഹം കഴിക്കുന്നത്. സൗദാ ബീവിക്ക് ശേഷമാണ് ആയിഷ ബീവിയെ വിവാഹം കഴിക്കുന്നത്. അവസാന വിവാഹം കഴിച്ച ഹിജറയുടെ 7ാം വർഷമാണ് മൈമൂന ബീവി വിവാഹം കഴിക്കുന്നത്. നബി ഹിജറ ചെയ്ത് മദീനയിൽ വന്നിട്ട് 7ാം വർഷത്തിലാണ് മൈമൂന ബീവിയെ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം വിവാഹം കഴിച്ചിട്ടില്ല. മൈമൂന ബീവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവര് വിവാഹം നടന്നത് സെരിഫ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ്. ഈ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയിട്ടുള്ള ആളുകൾ മൈമൂന ബീവിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ടാവും. അത് മക്കയിലെ ഖബർസ്ഥാനിലും അല്ല, മദീനയിലെ ഖബർസ്ഥാനിലും അല്ല. അതാണ് പ്രത്യേകത. ഖദീജ ബീവിയുടെ ഖബർ ഉള്ളത് എവിടെയാണ്? മക്കയിലാണ്, ജന്നത്തുൽ മുഅല്ലയിലാണ്. ബാക്കിയുള്ള ഭാര്യമാരെയൊക്കെ ഖബർ മദീനയിലാണ്, ജന്നത്തുൽ ബഖീലാണ്. ആയിഷ ബീവി അടക്കം എല്ലാവരുടെയും ഖബർ അവിടെയാണ്. മൈമൂന ബീവിയുടെ ഖബർ മാത്രം സെരിഫ എന്ന് പറയുന്ന പ്രദേശമാണ്. മക്കയിൽ നിന്നും മദീനയെ പോകുമ്പോൾ പഴയ ഹിജറ റൂട്ടുണ്ട്, തെരീഖുൽ ഹിജറ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയ റൂട്ടാണ്. ഇന്ന് ഹൈവേ വേറെ വഴിയാണ്. അപ്പോൾ പഴയ തെരീഖുൽ ഹിജറ സൗദി ഗവൺമെന്റ് അത് പുനരുദ്ധരിക്കുന്നുണ്ട്. നബി ഹിജറ പോയ വഴി പുനരുദ്ധരിക്കുന്നുണ്ട്. ആ റൂട്ടിൽ പോകുമ്പോൾ ഏതാണ്ട് ഒരു കിലോമീറ്റർ, 15-20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സെരിഫ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂന ബീവി വിവാഹം കഴിക്കുന്നത്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈമൂന ബീവി വഫാത്താകുന്നതും അവിടെ വെച്ച് തന്നെയാണ്. വിവാഹം നടന്നിടത്ത് തന്നെ വഫാത്തായി. അവിടെ തന്നെ അവരെ ഹിജറയുടെ 51ാം വർഷം അവിടെ ഖബറടക്കപ്പെടുവിച്ചു. ഇതാണ് മൈമൂന ബീവി. ഈ മൈമൂന ബീവിയുടെ വിവാഹം അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നത്. മൈമൂന ബീവി വിധവയായിരുന്നു. അവരെ വിവാഹം ആലോചിച്ചു വന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും ചെയ്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ബന്ധമുണ്ട് മൈമൂന ബീവിക്ക്. അതാണ് ഈ ഹദീസിൽ ഇപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അതായത് അബ്ബാസ് റളിയല്ലാഹുവിന്റെ മകനാണ് അബ്ദുള്ള. അബ്ബാസ് റളിയല്ലാഹുവിന്റെ മകനാണ് അബ്ദുള്ള. അബ്ദുള്ള പറയാണ്, ഞാൻ ഒരു ദിവസം രാത്രി താമസിച്ചു ബിബൈത്തി ഖാലത്തി മൈമൂന, എൻ്റെ ഖാലത്തായ മൈമൂനയുടെ വീട്ടിൽ. ഖാലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരി, എളീമ മുത്തുമ എന്നൊക്കെ പറയും, ഉമ്മയുടെ സഹോദരി. അപ്പോൾ മൈമൂന ബീവിയുടെ സഹോദരിനെയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരിക്കുന്നത്. നബിയുടെ ഭാര്യ മൈമൂനയുടെ സഹോദരി, അവരുടെ പേര് ഉമ്മുൽ ഫളൽ ലുബാബ എന്നാണ് പറയുക. ലുബാബ, ഉമ്മുൽ ഫളൽ ലുബാബ എന്നാണ് അവരുടെ പേര്. അവരെയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിരിക്കുന്നത്. അബ്ബാസ് റളിയല്ലാഹുവിന്റെ മകനാണ് അബ്ദുള്ള. അപ്പൊ അബ്ദുള്ള എൻ്റെ എളീമ മൈമൂനയുടെ വീട്ടിൽ ഞാൻ രാത്രി താമസിച്ചു. ഉമ്മയുടെ സഹോദരിയായ മൈമൂനയുടെ വീട്ടിൽ ഞാൻ താമസിച്ചു. ആ മൈമൂന ആരും കൂടിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ കൂടിയാണ്. ഓരോ ഭാര്യമാർക്കും ഓരോ വീടുണ്ടല്ലോ. 9 വീടുണ്ടായിരുന്നു മദീന പള്ളിയുടെ ചുറ്റുമായിട്ട്. 9 ഭാര്യമാർക്ക് 9 വീടുണ്ടായിരുന്നു. കൂടാതെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും വീട് വേറെ, ഒരു വിവാഹം വേറെ വീടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ദിവസം എൻ്റെ എളിമാടെ വീട്ടിൽ രാത്രി കിടക്കാൻ വേണ്ടി ചെന്നു.
അതാണ് സംഭവം. അത് നബിസ്വല്ലാഹുവിന്റെ ഭാര്യയുടെ വീട്ടിൽ. ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ ഹജ്ജിനും ഉംറയ്ക്കും ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ വിവാഹവും പാടില്ല, വിവാഹ ആലോചനയും പാടില്ല. ഹജ്ജിൽ ഇഹ്റാമിൽ ഹറാമായൊരു കാര്യമാണ് വിവാഹം നടത്തലും വിവാഹ ആലോചന നടത്തലും പാടില്ല. ഇഹ്റാമിൽ ഹറാമായ പല കാര്യങ്ങളുണ്ടല്ലോ. തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, ഇതൊക്കെ ഹറാമാണ്. അക്കൂട്ടത്തിലൊരു ഹറാമാണ് ഇഹ്റാമിൽ വെച്ച് നിക്കാഹ് നടത്താൻ പാടില്ല, നിക്കാഹ് ആലോചിക്കാനും പാടില്ല. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഒരാളെ കണ്ടു, അവിടെ ചെന്നപ്പോൾ പറ്റിയൊരു മോളുണ്ടെന്ന് പറഞ്ഞു, നമുക്ക് പറ്റിയൊരു മോനും ഉണ്ട്, എന്നാൽ പിന്നെ എന്ത് ചെയ്യാം, അങ്ങ് തീരുമാനിക്കാമെന്ന് രണ്ടുപേരും ഇഹ്റാമിൻ്റെ ആണെങ്കിൽ അവളെ എന്ത് ചെയ്ത് ഏർപ്പാട് നടത്തും. ഇഹ്റാം കഴിഞ്ഞിട്ട് ഉംറയും ഹജ്ജൊക്കെ തഹല്ലുലായിട്ട് എന്ത് ചെയ്തോ, തീരുമാനിച്ചോ, വിവാഹ ആലോചന നിക്കാഹ്. ഇഹ്റാമിലായിരിക്കും പറ്റൂല എന്നാണ്, നിക്കാഹിൻ്റെ ആലോചനയും പറ്റൂല. ഈ വിവാഹം മൈമൂന ബിയെ നബിസ്വല്ലാഹു വിവാഹം കഴിച്ചത് ഇഹ്റാമിലാണ് എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നബിസ്വല്ലാഹു മൈമൂന വിവാഹം കഴിച്ചത് ഇഹ്റാം കെട്ടിയ അവസ്ഥയിലായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തിൽ ജമാഅത്ത് പറ്റുമോ? അഞ്ചു നേരത്തെ ഫർദ് നിസ്കാരങ്ങൾക്ക് ജമാഅത്തുണ്ട്. ജമാഅത്ത് സുന്നത്തുള്ള ചില സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഏതൊക്കെയാ? തറാവീഹ്, റമളാനിലെ വിത്തർ, 10 വിത്തറിലെ ജമാഅത്ത് സുന്നത്ത്, റമളാനിലെ വിത്തർ, പിന്നെ പെരുന്നാൾ നമസ്കാരം, ഗ്രഹണ നമസ്കാരം, മഴയെ തേടിയുള്ള നമസ്കാരം, ഇതൊക്കെ സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തുള്ള നിസ്കാരങ്ങളാണ്. മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾക്കൊന്നും ജമാഅത്തായി നിസ്കരിക്കൽ എന്തില്ല, സുന്നത്തില്ല. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് തഹജ്ജുദ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ അതിന്റെ പുറകിൽ പോയി ആര് കൂടുകയാണ്? അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു അൻഹു കൂടുകയാണ്. അതിൽ നിന്നും മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, ഈ ചില സന്ദർഭങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങൾ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളിലും ജമാഅത്തായിട്ട് നിസ്കരിക്കൽ ജായിസാകും, അനുവദനീയമാകും. സുന്നത്തല്ല, അനുവദനീയമായ ഒരു കാര്യം ചെയ്താൽ എന്ത് കിട്ടൂല? കൂലി കിട്ടൂല. സുന്നത്തായ കാര്യം ചെയ്താലേ കൂലി കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹനഫി മദ്ഹബിൽ ചില സമയത്തെല്ലാം ഇങ്ങനെയുള്ള നമസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കൽ ജായിസ്, നിരുപാധികമല്ല, ചില സമയത്ത് അതുണ്ടാകും, ജായിസാകും. തഹജ്ജുദ് പോലുള്ള നമസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കൽ ചില സമയത്ത് ജായിസ്. ഷാഫി ഇമാം പറയുന്നത് അത് ജായിസാണ്, വേണമെങ്കിൽ ചെയ്യാം, ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പുണ്യമില്ല എന്നുള്ള ജായിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുണ്യം ഉണ്ടെങ്കിൽ എന്താകണം? സുന്നത്താകണം. എന്നാൽ ചില സന്ദർഭത്തിൽ അത് നല്ലതുമാണെന്നാണ്, ചില സന്ദർഭത്തിൽ അത് നല്ലതുമാണ്. അത് സന്ദർഭം നമ്മളാ തീരുമാനിക്കേണ്ടത്. വീട്ടിൽ തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ ഭാര്യ പുറകിൽ തുടരുന്നുണ്ട്, ഭാര്യ തുടരാനുണ്ട്, അപ്പോൾ കുറച്ച് ദീർഘമായി നമുക്ക് ഓതാൻ കഴിയും, ഭാര്യ അത് ഓർമ്മപ്പെടുത്തി തരാൻ കഴിയുന്ന ഹിഫ്ള് ഭാര്യയ്ക്കുണ്ട്. അങ്ങനെ പരസ്പര ഒരു ധാരണയിൽ കുറച്ചു നേരം സ്വസ്ഥമായി അവർ രാത്രി 2 മണി 3 മണി സമയത്ത് എഴുന്നേറ്റ് നിന്ന് ഭാര്യയും ഭർത്താവും കൂടെ നിസ്കരിക്കാൻ തീരുമാനിച്ചാൽ, അപ്പൊ അതിനകത്ത് വേറെ ചില ഭൗതിക നേട്ടങ്ങളുണ്ടാകാം, അവരുടെ മാനസികമായ ഇണക്കങ്ങൾ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അത് ചില സമയത്ത് നല്ലതാകാം. എന്ന് പറഞ്ഞാൽ ഈ ജായിസ് എന്നുള്ളത് നല്ലത് എന്നൊരു അർത്ഥത്തിലേക്ക് വരുമെന്നർത്ഥം. അതാണ് ഷാഫി മദ്ഹബ്. മാലിക് ഇമാം പറയുന്നത് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് എപ്പോഴും നല്ലത്. ജമാഅത്ത് സുന്നത്തുല്ലാത്ത നിസ്കാരങ്ങൾ എല്ലാ സമയത്തും എന്താണ് നല്ലത്? ഒറ്റയ്ക്ക് തന്നെ നിസ്കരിക്കണം. അതിനകത്ത് ഈ തഹജ്ജുദും പെടുമെന്നുള്ളതാണ്. ചുരുക്കത്തിൽ തഹജ്ജുദ് പോലുള്ള നമസ്കാരങ്ങളിൽ എന്തില്ല? ജമാഅത്ത് സുന്നത്തില്ല. വെച്ചുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് മിൻ വറാഇ ലഹരി, പിൻഭാഗത്തുകൂടെ കയ്യിൽ പിടിച്ചു. നബി ഇങ്ങനെ മുന്നോട്ടല്ലേ നിൽക്കണേ, ഇടതുവശത്ത് നിൽക്കുന്ന എന്നെ ഇങ്ങനെ പിൻഭാഗത്തുകൂടി ഇങ്ങനെ കൈയിട്ട് പിടിച്ചിട്ട് പുറകിലൂടെ തന്നെ എന്നെ ഇങ്ങനെ തെറ്റിച്ചു. അങ്ങനെ കൊണ്ട് എവിടെ നിർത്തി? വലതുവശത്ത് നിർത്തി. ഇടതുവശത്ത് നിൽക്കുന്ന എന്നെ പിൻഭാഗത്തൂടെ കൈയിട്ടിട്ട് പിടിച്ച് വലതുവശത്ത് കൊണ്ടുപോയിട്ട് നിർത്തി എന്നാണ് ആര് പറയുന്നത്? അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഒരാള് മാത്രമേ മാമുമാകാനുള്ളൂ എങ്കിൽ എവിടെ നിൽക്കണം? ഇമാമിന്റെ വലതുവശത്ത് നിൽക്കണം. മറ്റൊരാൾ കൂടി വന്നാൽ ഇമാമിന്റെ ഇടതുവശത്ത് നിൽക്കും. പറയലല്ല, ഇടതുവശത്ത്
അല്പം പിന്തി നിൽക്കണം. എന്നിട്ട് രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നിരിക്കൽ ഇവർ രണ്ടുപേരും കൂടി പിന്നോട്ട് പോയിട്ട് സഫായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഇമാമ മുന്നോട്ട് കയറി നിന്ന് ഇവരെ സഫാക്കണം. രണ്ടുപേരായിട്ടൊരു സഫായല്ലോ. ഇനി ഒരാൾ ഇടതുവശം ഒരാൾ വലതുവശം നിൽക്കരുത്. ഇനി രണ്ടുപേരും കൂടി പിന്നോട്ട് പോയിട്ട് ഒരു സഫാവുകയോ ഇമാമ മുന്നോട്ട് കയറിയിട്ട് ഒരു സഫാവുകയോ ഇവരെ സഫാക്കുകയോ ചെയ്യുക. അതാണ് സഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്തൊരു ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുസല്ലി, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഫജിഅതു, അപ്പോൾ ഞാനും ചെന്നു. ഫഹത്താ കുന്തു അൻ യസാരിഹി, ഞാൻ നബിയുടെ ഇടതുവശത്ത് നിന്നു. ഫഅഖദ ബിയദി, അപ്പോൾ നബി എന്റെ കൈയെ പിടിച്ചു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മക്കളെയും നമുക്ക് കഴിയുന്നവരെയൊക്കെ, എല്ലാ പിള്ളേരെയൊന്നും പിടിക്കാൻ നിൽക്കാൻ പറ്റൂല. ജെൻസിയാണ് മക്കളൊക്കെ, ശരിയല്ലേ? പിടിച്ചാ ശ്രദ്ധിക്കുകയും വേണം. പിടിച്ചാൽ കുഴപ്പമില്ലാത്ത പിള്ളേരെയൊക്കെ എന്ത് ചെയ്യാം, നമ്മള് തെറ്റ് ചെയ്യുമ്പോൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ വിശ്വാസ നിസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ തിരുത്തുന്നത്. അങ്ങനെ എന്റെ കയ്യിൽ പിടിച്ചു. ഞാൻ ഇടതുവശത്ത് നിന്ന സമയത്ത് ഫഅഖദ ബിയദി, എന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫഅദാറനി, എന്നെങ്ങനെ ചുറ്റിച്ചു. ഹത്താ അഖാമനി അൻ യമീനിഹി, എന്റെ നബിയുടെ വലതുവശത്ത് പോയി എന്നെ നിർത്തി. സുമ്മ ജാഅ ജബ്ബാർ ഇബ്നു സഖർ, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമതൊരാൾ വന്നു. ജബ്ബാർ ഇബ്നു സഖർ എന്ന് പറയുന്ന സഹാബി കയറി വന്നു. ഫഖാമ അൻ യസാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടതുവശത്ത് നിന്നു. ഒന്നയാൾ ഇടതുവശത്ത് നിന്നു. അപ്പോൾ ഫഅഖദ ബിയദൈനാ ജമിയ, ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ നബി പിടിച്ചു. ഒരു കൈ കൊണ്ട് ഒരാളുടെ വലത് കൈയിലും ഒരാളുടെ കയ്യിലും പിടിച്ചു, മറ്റേ കൈ കൊണ്ട് മറ്റേയാളുടെ കയ്യിലും പിടിച്ചിട്ട് ഫദഫഅന, ഞങ്ങളെ രണ്ടുപേരും പുറകോട്ട് തള്ളി. ഹത്താ അഖാമന ഖൽഫഹു, ഞങ്ങളെ നബിയുടെ പിന്നിൽ സഫായിട്ട് നിർത്തി. അപ്പൊ ആദ്യം പറഞ്ഞ ഹദീസിൽ നിന്നും ഒരാളുള്ളെങ്കിൽ വലതുവശത്ത് നിൽക്കണമെന്നും, ഈ പറഞ്ഞ ഹദീസിൽ നിന്നും മറ്റൊരാൾ കൂടി വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി പുറകിലേക്ക് സഫായി നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, പഠിപ്പിച്ചു എന്നാണ്. രണ്ട് കാര്യം പഠിച്ചു. മൂന്നാമത്തെ കാര്യം, അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സല്ലൈതു, ഞാൻ നിസ്കരിച്ചു, ഞാനും ഒരു യതീമും കൂടി നിസ്കരിച്ചു, ഫീ ബൈത്തിന്, ഞങ്ങളുടെ വീട്ടിൽ. ഞാനും ഒരു യതീമായ കുട്ടി, ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു യതീമായ കുട്ടിയും കൂടി നിസ്കരിച്ചു. എന്റെ വീട്ടിലാണ് നിസ്കരിക്കുന്നത്. ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പിന്നിലാണ് നിസ്കരിക്കുന്നത്. നബി എന്റെ വീട്ടിൽ ഇമാമാണ്, ഞങ്ങൾ രണ്ടുപേരും നബിയുടെ പിന്നിൽ മഅ്മൂമാണ്. ഉമ്മു സുലൈമിൻ ഖൽഫന, ഉമ്മു സുലൈം ഞങ്ങളുടെ പിന്നിലുണ്ട്. ഉമ്മു സുലൈം എന്ന് പറയുന്നത് ഈ പറയുന്ന അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അപ്പൊ ഞാനും ഒരു എത്തിയും കുട്ടിയും കൂടി നിസ്കരിച്ചു എന്ന് പറയുന്ന അനസ് ഉണ്ടല്ലോ, ഈ അനസിന്റെ ഉമ്മയാണ് ആര്, ഉമ്മു സുലൈം. അവരുടെ പ്രത്യേകത, ഈ ഉമ്മു സുലൈമിന്റെ കുട്ടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷക്കാലത്തെ ഖാദിമാണ് ഈ കുട്ടി. ഈ കുട്ടിയെ കൊണ്ടുപോയി ചെറുപ്പത്തിൽ നബിയെ ഏൽപ്പിച്ചു. ഉമ്മു സുലൈം, അങ്ങക്ക് ഖാദിമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. നബിയുടെ കൂടെ 10 വർഷം ഖിദ്മത്ത് എടുത്ത ആളാണ് നബിക്ക് വേണ്ടി ആര്, അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 10 വർഷം ഞാൻ നബിയുടെ കൂടെ ഖിദ്മത്ത് എടുത്തിട്ടും എന്നോട് നബി ഞാനൊരു ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചില്ല, ചെയ്തൊരു കാര്യം എന്തുകൊണ്ട് ചെയ്തു എന്നും ചോദിച്ചില്ല. അത്ര നല്ലൊരു മുതലാളിയെ പോലെ ഒരു നല്ലൊരു മനുഷ്യനായിട്ടാണ് നബിയെ ഞാൻ അനുഭവിച്ചെന്ന് പറയുന്നുണ്ട്. ഉമ്മു സുലൈമിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഉമ്മു സുലൈമായിട്ട് നബിക്ക് കുടുംബബന്ധമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഉമ്മു സുലൈമിന്റെ വീട്ടിൽ വരും, നബി അവിടെ വിശ്രമിക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ നിസ്കരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് വിശ്രമിക്കുന്ന ഒരു വേളയിലാണ് നബി നിസ്കരിക്കാൻ വേണ്ടി നിന്നു എന്ന് ഉമ്മു സുലൈമിന്റെ മകൻ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ ആദ്യം വിവാഹം കഴിച്ചിരുന്നത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹർ കൊടുത്ത ആളാണ് അബൂ തൽഹ ഉമ്മു സുലൈമിന്. ഏറ്റവും വലിയ മഹർ ഏതാണെന്നറിയോ? ഇസ്ലാമാണ് ഏറ്റവും വലിയ മഹർ. അബൂ തൽഹ മദീനയിലെ വളരെ പ്രമുഖനായ ഒരു മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹം കാഫിറായിരുന്നു. ഉമ്മു സുലൈമിനെ കല്യാണം ആലോചിച്ചു. അപ്പോ ഉമ്മു സുലൈം പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ഒരാൾ കല്യാണം ആലോചിച്ചു കഴിഞ്ഞാൽ അത് നിരസിക്കുന്നത് ശരിയല്ല. നിങ്ങൾ വളരെ മാന്യനും നല്ലവനുമായ മനുഷ്യനാണ്. പക്ഷെ നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ട്. ഞാൻ മുസ്ലിമത്താണ്, നിങ്ങൾ കാഫിറുമാണ്. നമ്മൾ തമ്മിൽ നിക്കാഹ് നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആകുകയാണെങ്കിൽ ഇസ്ലാം മഹറായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യയാകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അബൂ തൽഹ സമ്മതിച്ചു.
അങ്ങനെ വിശ്വാസങ്ങളൊക്കെ ചെന്ന് അബൂ തൽഹ മുസ്ലിമായി. ഇസ്ലാം വേറൊന്നുമില്ല, ഒന്നും കൊടുക്കുന്നില്ല. ഇസ്ലാം മഹറായി നിശ്ചയിച്ചുകൊണ്ട് മുസ്ലിമിനെ വിശ്വാസം അബൂ തൽഹയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ മഹറാണത്, ഇസ്ലാം. ആ വിവാഹ ജീവിതത്തിൽ അവർക്ക് മക്കളുണ്ടായി. ഒരിക്കൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കുട്ടി അല്പം പനി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അദ്ദേഹം രാവിലെ പോയി, കുട്ടിക്ക് പനിയാണ്. വൈകുന്നേരം ഇദ്ദേഹം തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് ഈ കുട്ടിക്ക് രോഗം മൂർച്ഛിച്ചു, കുട്ടി മരിച്ചു. അപ്പൊ ഉമ്മു സുലൈം വീട്ടിലുള്ള ആളുകളോട് പറഞ്ഞു, മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു, ഭർത്താവ് തിരിച്ചു വരുന്ന സമയത്ത് കുട്ടി മരിച്ച വിവരം ഞാൻ പറഞ്ഞോളാം, നിങ്ങളാരും പറയണ്ടെന്ന് പറഞ്ഞു. ഭർത്താവ് തിരിച്ചു വന്ന സമയത്ത് എങ്ങനെയുണ്ട് കുട്ടിക്ക്, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു പോയതിനേക്കാൾ നല്ല അവസ്ഥയിലാന്ന് പറഞ്ഞു. ആണല്ലോ, അപ്പൊ പനിയൊന്നുമില്ലല്ലോ, ആളുമായി കുട്ടി മരിച്ചുവല്ലോ. ഏതായിരുന്നാലും നല്ല അവസ്ഥയിലാണെന്ന സന്തോഷ വാർത്ത കേട്ട് അബൂ തൽഹ ഉറങ്ങാൻ വേണ്ടി കിടന്നു, ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ വേണ്ടി കിടന്നു. അവർ ആ രാത്രി അവരുടെ ശാരീരിക ബന്ധവും നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഭർത്താവിനോട് ഉമ്മു സുലൈം പറഞ്ഞു, കുട്ടി മരിച്ചിട്ടുണ്ട്, കുട്ടി മരിച്ചു, അതാണ് ഞാൻ നല്ല അവസ്ഥയിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ അബൂ തൽഹയ്ക്ക് ഇത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി. കുട്ടി മരിച്ചിട്ട് എന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു, ശാരീരിക ബന്ധവും നടന്നു. പിറ്റേ ദിവസം രാവിലെ വിശ്വാസങ്ങൾ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു പണി പറ്റിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീ ലൈലത്തികുമ, അല്ലാഹു നിങ്ങളുടെ രാത്രിയിൽ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഫലിച്ചു. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഉമ്മു സുലൈം ഗർഭിണിയാണ്. അതിലൂടെ ഉണ്ടായൊരു കുട്ടി, ആ കുട്ടിയിൽ നിന്നും ആ കുട്ടിയുടെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് ധാരാളം ആലിമീങ്ങളും ഖുർആൻ പഠിച്ച ഹാഫിദുകളും ജന്മം കൊണ്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനത്തെ ഒരു മഹദിയാണ് ആര്? ഈ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. അവരുടെ യഥാർത്ഥ പേര് ഉമ്മു സുലൈം എന്നുള്ളത് കുഞ്ഞത്തലം എന്ന് പറയും, യഥാർത്ഥ പേരല്ല. അവരുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് റുമൈസ എന്നാണ്. റുമൈസ ബിന്ത് മൽഹാൻ എന്നാണ്. റുമൈസ, കുട്ടികൾക്കൊക്കെ പേരിടാൻ നല്ല പേര്, റുമൈസ. റുമൈസ എന്നാണ് പേര്. ഉമ്മു സുലൈം എന്ന് പറയുന്നത് കുനിയത്തലം എന്ന് പറയും, ഓമന പേരാണ്. അമ്മയിലേക്ക് ചേർത്തുകൊണ്ട് വിളിക്കുന്ന പേരാണ് ഉമ്മു സുലൈം. അപ്പോൾ ഇവരെന്താ പറയുന്നത്? അനസ് റളിയല്ലാഹു പറയാണ്, ഞാനും ഒരു യതീം കുട്ടിയും കൂടി വീട്ടിൽ നിസ്കരിക്കാൻ നിന്നു, നബി ഇമാമാണ്. അപ്പോ എന്റെ പിന്നിൽ ആരും, ഞങ്ങളുടെ പിന്നിൽ ആരും നിന്നു? എന്റെ ഉമ്മു സുലൈമും നിന്നു എന്ന് പറഞ്ഞു. എന്ത് മനസ്സിലായി ഹദീസിൽ നിങ്ങൾക്ക്? എന്താ മനസ്സിലായത്? 3 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, സുന്നത്ത് നമസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിക്കൽ ജായിസാണെന്ന് മനസ്സിലായി, നേരത്തെ പറഞ്ഞ കാര്യം. ഇത് ഇവിടെയും മനസ്സിലാവും. നേരത്തെ 2 ഹദീസിൽ നിന്നാൽ ഇവിടെയും മനസ്സിലാവും, അല്ലെങ്കിൽ നബി അത് ചെയ്യൂലല്ലോ. രണ്ടാമത് മനസ്സിലായ ഒരു കാര്യം, 2 പേരുണ്ടെങ്കിൽ സഫായി നിൽക്കണമെന്ന് മനസ്സിലായി, നേരത്തെ പഠിച്ച കാര്യം. 2 പേരുണ്ടെങ്കിൽ, കാരണം ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു ആ യതീം കുട്ടിയും ഒരു സഫിൽ നിൽക്കുകയാണ്. മൂന്നാമത് മനസ്സിലായ ഒരു കാര്യം, സ്ത്രീകൾ നിൽക്കേണ്ടത് പുരുഷന്മാരുടെ പിന്നിലാണെന്ന് മനസ്സിലായി. സ്ത്രീകൾ നിസ്കരിക്കാൻ നിൽക്കേണ്ടത് പുരുഷന്മാരുടെ പിന്നിലാണ്. ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹ, പുരുഷന്മാരുടെ സഫുകളിൽ ഏറ്റവും നല്ല സഫ് ആദ്യത്തെ സഫാണ്. വശർറുഹ ആഖിറുഹ, പുരുഷന്മാരുടെ സഫുകളിൽ ഏറ്റവും മോശമായ സഫ് അവസാനത്തെ സഫാണ്. സ്ത്രീകളുടെ സഫുകളിൽ ഏറ്റവും നല്ല സഫ് ഏറ്റവും പുറകിലുള്ള സഫാണ്. ഏറ്റവും പുറകിലുള്ള സഫ്, അവരുടെ സഫ് ഏറ്റവും നല്ല സഫ്, ഏറ്റവും മോശം ഏറ്റവും നല്ല സഫ്, ഏറ്റവും മോശമായ സഫ് ഏറ്റവും മുന്നിലുള്ള സഫാണ്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ നേരെ വിപരീതമാണ് സ്ത്രീകളുടെ സഫ്. പുരുഷന്മാരുടെ ഏറ്റവും നല്ല സഫ് ഒന്നാം സഫ്, ഏറ്റവും മോശം സഫ് അവസാനം. സ്ത്രീകളുടെ ഏറ്റവും മോശം സഫ് ഒന്നാം സഫ്, ഏറ്റവും നല്ല സഫ് അവസാനം. എന്താ അതിന് കാരണം? സ്ത്രീകളും പുരുഷന്മാരും നിസ്കരിക്കാൻ നിന്നാൽ, കുട്ടികളും ഉണ്ടെങ്കിൽ ആദ്യം പുരുഷന്മാരുടെ സഫ്, പിന്നെ കുട്ടികളുടെ സഫ്, പിന്നെ സ്ത്രീകളുടെ സഫ്. അപ്പൊ പുരുഷന്മാരുടെ ആദ്യത്തെ സഫ് ഉത്തമമാകാൻ കാരണം സ്ത്രീകളിൽ നിന്നും ദൂരെയാണ്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ സഫുമായിട്ട് എത്രയും അകലുന്നു അത്രമാത്രം പുരുഷന്മാരുടെ സഫിന് നന്മ കൂടും. സ്ത്രീകളുമായി അടുക്കുന്തോറും സഫിന് നന്മ കുറയും. അവസാന സഫ് സ്ത്രീകളുടെ സഫുമായിട്ട് എന്താണ്? അടുത്താണ്. സ്ത്രീകളുടെ ആദ്യത്തെ സഫ് പുരുഷന്മാരുടെ അവസാന സഫുമായിട്ട് അടുത്താണ്. അതുകൊണ്ടാണ് ആ സഫ് മോശം എന്ന് പറഞ്ഞത്. ഏറ്റവും അവസാനം സഫിൽ നിൽക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരിൽ നിന്നും ഏറ്റവും അകലെയാണ്. അതുകൊണ്ടാണ് അവരുടെ സഫ് നല്ല സഫാണെന്നും പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പിന്നിലാണ് നിന്നത്. അതുകൊണ്ട് നമ്മളും ഇത് വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വീട്ടിൽ നിസ്കരിക്കുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ചിലരൊക്കെ ഈ വാപ്പയും മക്കളും ഭാര്യയൊക്കെയാണല്ലോ വീട്ടിൽ നിസ്കരിക്കുക. ചിലപ്പോൾ റമദാനിലൊക്കെ വീട്ടിൽ തറാവീഹ് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്.
മകൾ ശരിക്കും ഓതാൻ അറിയുന്ന പെൺകുട്ടിയാണെങ്കിൽ അവളെ ഇമാമത്ത് നിർത്തും, വാപ്പ എന്നിട്ട് പുറകിൽ നിൽക്കും. പറ്റുമോ? പറ്റേല. സ്ത്രീകളുടെ ഇമാമത്ത് ഇല്ല ഇസ്ലാമിൽ. സ്ത്രീകൾക്ക് ഇമാമത്തില്ല. പുരുഷന്റെ ഇമാമ സ്ത്രീയാകാൻ പറ്റൂല, സ്ത്രീയുടെ ഇമാമ സ്ത്രീയാകാൻ പറ്റൂല. അത് സുന്നികളിലുമില്ല, ഷിയാക്കളിലുമില്ല. ഷിയാക്കൾ സുന്നികളുമായിട്ട് പല നിയമങ്ങളിലും വ്യത്യാസമുണ്ട്. പക്ഷെ ഷിയാക്കൾ പോലും സ്ത്രീകളുടെ ഇമാമത്തിനെ, പുരുഷന്റെ ഇമാമായി സ്ത്രീ നിൽക്കുന്നതിനെ അംഗീകരിക്കുന്നില്ല. ഷിയാക്കളുമായിട്ട് ധാരാളം അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ട്. ഇപ്പൊ നമ്മുടെ കാംനയുടെ സംസ്കാര ചടങ്ങ് നടക്കണം 4 മാസത്തിന് ശേഷം. ഇനി 5-6 ദിവസം കൂടെ ഉണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ സംസ്കാര ചടങ്ങാണ്. നമ്മൾ ഈ ഷിയ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാര്യത്തിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ, ശത്രുവിന്റെ ശത്രുമിത്ര, അത്രയേ ഉള്ളൂ. വേറെ ഇറാനിന്റെ ആദർശത്തോട് 1% പോലും നമുക്ക് യോജിക്കാൻ പറ്റൂല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ചില ആൾക്ക്, യുവാക്കൾക്ക് ഒരു ഇറാൻ പ്രേമം വന്നിട്ടുണ്ട്. അത് ഷിയ പ്രേമമായി മാറരുത്. ഇറാനോടുള്ള സ്നേഹം അമേരിക്കയുടെ ശത്രുവാണ്. അത് റഷ്യ വന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ ആര് വരുന്നു അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട്. അത് ഇറാൻ ആയതുകൊണ്ടല്ല. ഇറാനിന്റെ ആദർശത്തോട്, ഷിയ വിശ്വാസത്തോട് സുന്നികൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം അത് പല ഷിയാക്കളുടെ വിശ്വാസം കുഫറിലേക്ക് പോകുന്നതാണ്, മറ്റുള്ളവരുടെ വിശ്വാസം ബിദ്അത്തുമാണ്. നമുക്ക് യോജിക്കാൻ കഴിയില്ല, മനസ്സിലാക്കണം. അതിപ്പോ ഇമാം ഇപ്പൊ കവരിച്ച കാംന ഉണ്ടല്ലോ, ഷിയാക്കൾ പല വിഭാഗമുണ്ട്. ഏറ്റവും കൂടുതലുള്ള വിഭാഗമാണ് ഇമാമിയ എന്ന് പറയും, ഇസ്ന അസറ എന്നും പറയും. ഇസ്ന അസറ എന്ന് പറഞ്ഞാൽ 12 എന്നാണ്. 12 ഇമാമിങ്ങളിൽ വിശ്വസിക്കുന്ന വിഭാഗമാണ് ഇമാമിയ വിഭാഗം. 2 പേരുണ്ട് അവരുടെ. അതിൽപ്പെട്ടതാണ് ഈ കാംനായി. അവരുടെ വികലമായ വിശ്വാസത്തിൽപ്പെട്ട ഒരു പ്രധാന വിശ്വാസമാണ് അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തള്ളിപ്പറയും. അവർ രണ്ടുപേരും ചീത്ത പറയും. ചീത്ത എത്രത്തോളം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ വിശ്വസിക്കുന്ന ഒരു മഹദി ഉണ്ട്, അൽ മഹദിൽ മുന്തളർ. അവർ കാത്തിരിക്കുന്ന ഒരു മഹദി ഉണ്ട്. ആ മഹദി വരും, മുഹമ്മദ് എന്ന പേരുള്ള ഒരു മഹദി വരും. ആ മഹദി അദ്ദേഹം ജനിച്ച് 4-ാം വയസ്സിൽ ഇറാഖിലെ സമുറ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഗുഹയിലേക്ക് അപ്രത്യക്ഷനായി. ജനിച്ചിട്ടുണ്ട് ആള്. അദ്ദേഹം വരും. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ജന്നത്തുൽ ബഖയിൽ നിന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പുറത്തെടുത്തിട്ട് കുരിശിൽ തറയ്ക്കും, എന്നിട്ട് കത്തിക്കും, ശിക്ഷ നടപ്പിലാക്കും. നഊദു ബില്ലാഹ്. ഇത് വിശ്വസിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ, ഇമാമിയ വിഭാഗം, ഇസ്നാഅസറ വിഭാഗം. അതിൽപ്പെട്ട ആളാണ് കാംനായി. നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതാണ് അവരുടെ വിശ്വാസം. ആയിഷ റളിയല്ലാഹു അൻഹയെ പുറത്തെടുക്കും ജന്നത്തുൽ ബഖയിൽ. ആയിഷ ബിയെ പുറത്തെടുത്തിട്ട്, ആയിഷ ബിയുടെ പേരിൽ ഒരു ആരോപണം വന്നിട്ടുണ്ടല്ലോ നേരത്തെ. ആ ആരോപണം ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവര്. ഖുർആൻ തീർത്തും സൂറത്തുൻ നൂറിൽ തീർത്തു പറഞ്ഞു ആയിഷ ബിവി അതിൽ നിന്ന് വിമുക്തയാണ്. അള്ളാഹു പറഞ്ഞു ആയിഷ ബിവി അതിൽ നിരപരാധിയാണെന്ന് പടച്ചോൻ പറഞ്ഞു. ഇനി അതിലേക്ക് നിങ്ങൾ മടങ്ങരുത്, നിങ്ങളത് പറയരുതെന്നും ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്. ഇവർ വിശ്വസിക്കുന്നത് ആയിഷ ബിയെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ആയിഷ ബിയുടെ ശിക്ഷ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ആയിഷ ബിക്ക് ശിക്ഷ നടപ്പിലാക്കപ്പെടാൻ വേണ്ടി വരാനിരിക്കുന്ന മഹദി ആയിഷ ബിവിയെ ജന്നത്തുൽ ബഖയിൽ ഖബറിൽ നിന്ന് പുറത്തെടുത്തിട്ട് അവർ ചെയ്ത തെറ്റിന് ശിക്ഷ നടപ്പിലാക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത്രയും കടുത്ത വിശ്വാസം ഈ വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഷിയ ആദർശത്തെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇറാനോടുള്ള ഈ ബന്ധം ഇത്ര മാത്രമേ ഉള്ളൂ. ഇസ്രായേലിന്റെ ശത്രു, അമേരിക്കയുടെ ശത്രു, അത്രയേ ഉള്ളൂ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ ചീത്ത വിളിച്ചാൽ അയാളുടെ പേരിൽ ശിക്ഷ നടപ്പിലാക്കണം. കൊല്ലണമെന്നില്ല, ശിക്ഷ നടപ്പിലാക്കിയാൽ മതി. പക്ഷെ ആയിഷ ബീവിയുടെ നിരപരാധിത്വത്തെ ഒരാൾ ചോദ്യം ചെയ്താൽ, ആയിഷ ബീവി നിരപരാധിയല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ കൊല്ലണം. ആയിഷ ബീവി നിരപരാധിയാണ് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഖുർആൻ പറഞ്ഞൊരു കാര്യത്തിന് എതിരാളെ പറഞ്ഞാൽ അയാളെ എന്ത് ചെയ്യണം? കൊല്ലപ്പെടണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വിഷയത്തിലെ പോലെയല്ല, അവർക്കിടെ ശിക്ഷ നടപ്പിലാക്കിയാൽ മതി. പൊതുവെ പറഞ്ഞത്, ഒരു ഷിയാ പ്രേമം ആരുടെയും മനസ്സിലുണ്ടാകാൻ പാടില്ല. ഷിയാ പ്രേമം അപകടമാണ്. അവർ അഹ്ലു സുന്നത്തിന് വിരുദ്ധമായ വിശ്വാസമാണ് അവർക്കുള്ളത്. അല്ലെ, പല കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഖുർആൻ അംഗീകരിക്കുന്നതിൽ ഖുർആനുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അവരുടെ 12 ഇമാമിങ്ങളാണ് അവർക്ക് ഏറ്റവും വിലപ്പെട്ടത്. ഇപ്പൊ തന്നെ ഈ കാംനയുടെ കബറടക്കം നടക്കുന്നത് അവരുടെ 6ാമത്തെ ഇമാമിനേറ്റ് അടക്കിയ സ്ഥലത്താണ്, ആ പള്ളിയിലാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു പള്ളിയാണ്. ആ പള്ളിയിലാണ് ഈ കബറടക്കം നടക്കുന്നത് തന്നെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം.
ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കാൻ സ്ത്രീകൾക്കേ പറ്റുള്ളൂ, അല്ല പുരുഷന്മാർക്ക് ഇമാമത്ത് നിൽക്കാൻ പുരുഷനെ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറ്റൂല. അപ്പൊ വാപ്പയെ മകളും ആണെങ്കിലും മകളെ ഇമാമത്ത് നിർത്താൻ പാടില്ല, നമ്മൾ മനസ്സിലാക്കാം. അതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു സഫ് നിൽക്കുന്ന സമയത്തും വാപ്പയും ആളാണെന്ന് വിചാരിച്ചൊരു സഫിൽ നിൽക്കാൻ പാടില്ല, ആങ്ങളെയും പെങ്ങളെന്ന് വിചാരിച്ച് സഫിൽ നിൽക്കാൻ പാടില്ല. സഫ് പുരുഷന്റെ സഫ് വേറെ, സ്ത്രീയുടെ സഫ് വേറെ. അപ്പോ വാപ്പ ഇമാം നിൽക്കുകയാണെങ്കിൽ ഒരു ആൺകുട്ടി ഉണ്ട്, അവൻ എവിടെ നിൽക്കണം? വാപ്പയുടെ വലതുവശത്തിൽ അല്പം പിന്തി നിൽക്കണം. ഭാര്യ എവിടെ നിൽക്കണം? ഭാര്യ പുറകിൽ നിൽക്കണം. ഭാര്യയും മകളൊക്കെ പുറകിൽ നിൽക്കണം. ഭാര്യ മാത്രമേ ഉള്ളെങ്കിൽ ഒറ്റയ്ക്ക് പുറകിൽ നിൽക്കണം. ഈ മകന്റെ കൂടെ നിൽക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത ഹദീസ് അബീ ബക്കർ റളിയല്ലാഹു അൻഹു ഖാല ഇന്ദഹാ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ, അബൂബക്കർ അല്ല കേട്ടോ, അബൂബക്കർ എന്ന് പറയുന്ന വേറെ സഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. നബി ഇമാമത്ത് നിസ്കരിക്കുകയാണ്, നബി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബിയുടെ അടുക്കലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ നബി റുക്കൂയിലെത്തി. അപ്പൊ അദ്ദേഹം റുക്കൂ ചെയ്തു. കബല യസീലയിലെ സഫി, ഈ സഫിലേക്ക് വരുന്നതിനും അദ്ദേഹം റുക്കൂ ചെയ്തു. സഫിലേക്ക് വരാൻ എന്ത് ചെയ്യും? നബി ഉയരും, റക്അത്ത് പോകും. അപ്പൊ കേറിയെടുത്ത് നിന്നിട്ട് അങ്ങ് റുക്കൂ ചെയ്തു, തക്ബീറായിട്ട് റുക്കൂ ചെയ്തു. കബല യസീലയിലെ സഫി, സഫിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് റുക്കൂ ചെയ്തു. സുമ്മ മശ ഇല സഫി, എന്നിട്ട് സഫിലേക്ക് നടന്നു വന്നു. അങ്ങനെ നടക്കാലോ, 3 അനക്കം തുടർച്ചയായി അനങ്ങാത്ത രീതിയിൽ നടന്നു വന്നാൽ മതി. അങ്ങനെ നടന്നു വന്നു. നബി സല്ലല്ലാഹു, നിസ്കാരം കഴിഞ്ഞപ്പോൾ നബിയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. നബി പറഞ്ഞു, അള്ളാഹു നിനക്ക് ഈ നിസ്കാരത്തിലൊക്കെയുള്ള ആഗ്രഹം അധികരിപ്പിച്ചു തരട്ടെ. ജമാഅത്ത് കിട്ടാനോ റക്അത്ത് കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ചെയ്തത്, അത് അള്ളാഹു തആല കൂട്ടിത്തരട്ടെ. പക്ഷെ എല്ലാ തവണയും ഇനി ആവർത്തിക്കരുത്. ഇനി ചെയ്തു. ആദ്യം പോസിറ്റീവായിട്ടൊരു പ്രാർത്ഥന നടത്തുകയാണ്, അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുമല്ല. എന്റെ ആഗ്രഹമല്ലോ, അള്ളാഹു കൂട്ടിത്തരട്ടെ, പക്ഷെ ഇനി എന്ത് ചെയ്യരുത്. അപ്പൊ എന്ത് മനസ്സിലായി? ഇതാ ഉഖീമത്തി സ്വലാത്ത്, നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓടിച്ചാടി വരരുത് എന്ന് റസൂൽ പറയുന്നത്. ഓടിച്ചാടി വരരുത്. ഇഖാമത്ത് കൊടുത്താൽ ശാന്തമായിട്ട് വരണം, ഓടിച്ചാടി വരേണ്ട ഒരു കാര്യമല്ല നിസ്കാരം. എന്നിട്ട് കിട്ടിയത് നിസ്കരിച്ചാൽ മതി, ബാക്കിയുള്ളത് എന്ത് ചെയ്യാം? സലാം പിട്ടിക്കമ്മ എഴുന്നേറ്റ് നിസ്കരിക്കും. ഈ സലാം പിട്ടിക്കമ്മ എണീക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എങ്ങനെയെങ്കിലും റക്അത്ത് കിട്ടാൻ വേണ്ടി നോക്കണത്. അവിടെ പലർക്കും എന്ത് കിട്ടൂല? റക്അത്ത് കിട്ടൂല. റക്അത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? റക്അത്ത് കിട്ടണമെങ്കിൽ ഇവൻ വരുമ്പോൾ തക്ബീറത്തുൽ നിയ്യത്ത് ചെയ്യണം, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം, റുക്കൂയിലേക്ക് പോകണം. ഇമാം റുക്കൂയിലാണെങ്കിൽ റുക്കൂയിലേക്ക് പോകണം. ആ റുക്കൂയിൽ ഇമാമും ഇവനുമായിട്ട് ഒരു അല്പമെങ്കിലും ഒരുമിക്കണം. എന്നിട്ട് ഇമാം റുക്കൂയിൽ നിന്ന് ഉയരണം. എന്നാലേ ഇവൻ എന്ത് ചെയ്യുള്ളൂ? റക്അത്ത് കിട്ടും. ഇത് നമ്മള് അത് കാണാൻ നിൽക്കില്ല. കണ്ണടച്ചാ പിന്നെ കുഴപ്പമില്ലല്ലോ, കണ്ണടച്ചാ പിന്നെ കാണുന്നില്ലല്ലോ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, പിന്നെ അങ്ങ് ഉയരുക തന്നെ, റക്അത്ത് കിട്ടൂല. അങ്ങനെ അതൊന്നുമില്ല. സമയം കിട്ടിയാൽ ഓതിയാൽ മതി. സമയം കിട്ടിയില്ലെങ്കിൽ ഇമാം റുക്കൂയിലാണെങ്കിൽ സമയമില്ലല്ലോ, അപ്പൊ ഉടനെ തക്ബീർ കെട്ടി നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടി റുക്കൂയിലേക്ക് പോയാൽ മതി. പക്ഷെ പ്രശ്നം എന്താണ്? ആ റുക്കൂയിൽ ഇവനും ഇമാമുമായിട്ട് ഒരു അല്പസമയം യോജിക്കണം. അതിനു മുമ്പ് ഇമാമു സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു ഉയർന്നു പോന്നാൽ റക്അത്ത് എന്ത് ചെയ്യില്ല? റുക്കൂ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് റക്അത്ത് കിട്ടൂല. ഒരു അല്പസമയം കണ്ടാൽ അറിയാലോ. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ സമയം കിട്ടും. ഒരു 2-3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ് എങ്കിലും കിട്ടിയാലല്ലേ ഒരുമിച്ചു എന്ന് പറയാൻ പറ്റുന്നൊരത്ത അവസ്ഥ. ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ തന്നെങ്കിലും എന്ത് ചെയ്യണം? വേണമല്ലോ, അത്ര സമയം കിട്ടും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാനെങ്കിലും ശ്രമിച്ചാൽ കിട്ടാവുന്ന സമയമെങ്കിലും വേണം. ഒരു സഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കാൻ വെറുതെ ഇരിക്കുമ്പോൾ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി പോകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ റിപ്പോർട്ടാണത്. ഇന്ന റജുലൻ ദഖലൽ മസ്ജിദ ഫസല്ല, ഒരാൾ പള്ളി കയറി നിസ്കരിച്ചു. നബി തങ്ങൾ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പള്ളി കയറി നിസ്കരിച്ചു. സുമ്മ ജാഅ ഫസല്ലമ, നിസ്കാരം കഴിഞ്ഞ് വന്ന് നബിയോട് സലാം പറഞ്ഞു. ഫറദ്ദഹു, നബി സലാം അടക്കിയിട്ട് പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയി നിസ്കരിക്കുക, ഇപ്പൊ നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു.
നിസ്കരിച്ചു വന്ന് സലാം പറഞ്ഞപ്പോ പറയാണ്, പോയി നിസ്കരിച്ചിട്ട് വാ, ഇപ്പൊ നീ എന്ത് ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സാധു പോയി വീണ്ടും പോയി ഒന്നുകൂടെ നിസ്കരിച്ചു. വീണ്ടും വന്ന് സലാം ചെല്ലിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നിസ്കരിച്ചിട്ട് വാ, നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും പോയി നിസ്കരിച്ചു. മൂന്നാമത് നിസ്കരിച്ചിട്ട് വന്നിട്ട് സലാം പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നിസ്കരിച്ചിട്ട് വാ, ഇപ്പൊ നീ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിച്ചിട്ട് വരാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി എനിക്കറിയില്ല, എങ്ങനെയാ നിസ്കരിക്കാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞാ ഇതിലും നല്ലൊരു നിസ്കാരം എനിക്ക് അറിയില്ല, എനിക്കറിയാവുന്നതിൽ ഏറ്റവും നന്നായിട്ട് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, ഇനി കൂടുതൽ എന്തുകൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കാനാ പറയുന്നത്, ഇപ്പൊ എത്ര നേരം പഠിപ്പിച്ചിട്ടില്ലല്ലോ, പോയി നിസ്കരിക്കാനല്ലേ പറഞ്ഞോളൂ, ഇനി നാലാമത് വിട്ടാലും ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, അത്ര ചെയ്യാൻ എനിക്കറിയാവൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഇദാ ഖുംത ഇല സലാത്തി, നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഫക്കബ്ബിർ, ആദ്യം ഞെട്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. എന്നിട്ട് ഫഖറ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, നിനക്കറിയാവുന്ന അത്രയും ഖുർആൻ ഓതണം, ഫാത്തിഹ ഓതിട്ട് അറിയാവുന്ന ഖുർആനിൽ നിന്ന് ഓതണം. സുമ്മ റക്അ, പിന്നെ നീ റുക്കൂ ചെയ്യണം. എന്നിട്ട് ഹത്താ തത്മഇന്ന റാകിഅ, അർത്ഥം എന്താ, നീ ആ റുക്കുവിൽ കുറച്ചു നേരം അടങ്ങി കിടക്കണം. ഇപ്പൊ എന്ത് മനസ്സിലായി, ഇദ്ദേഹത്തിന്റെ തെറ്റെന്തായിരുന്നു? ഇദ്ദേഹം ഈ കാക്കവത്തി നിസ്കാരം നിസ്കരിച്ചത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇത് നബി കണ്ടോണ്ടിരിക്കുക. ഇയാൾക്ക് റുക്കുവിൽ എന്തില്ല, റുക്കുവിലും സുജൂദിലൊന്നും തുമൈനീനത്തില്ല, അനക്കമടങ്ങുന്നില്ല. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാ പറഞ്ഞത്, നീ റുക്കുവിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ചു നേരം അവിടെ ശാന്തമായി കിടക്കണം. എന്നിട്ട് റുക്കുവിൽ നിന്ന് തല ഉയർത്തുക, ഹത്താ താഴ്ത്തതിലെ കായിമൻ, നീ നേരെ നിന്നിട്ട് സുമ്മസ്ജുദ് സുജൂദ് ചെയ്യണം. ഇദ്ദേഹം എന്താ ചെയ്തോണ്ട് മനസ്സിലായി, നേരെ നിൽക്കുന്നതിന് എന്ത് ചെയ്യും, സുജൂദിലേക്ക് പോകും. എഴുത്തിദാലിൽ എത്തിയാലേ തുമൈനീനത്തുണ്ടാവുള്ളൂ. സുമ്മസ്ജുദ്, പിന്നെ നീ സുജൂദ് ചെയ്യണം. ഹത്താ തത്മഇന്ന സാജിദ, ആ സുജൂദിലൊന്ന് അടങ്ങി കിടക്കണം. സുമ്മ റഫഅ റഅസക, പിന്നെ തല ഉയർത്തിയിട്ട് ഹത്താ തത്മഇന്ന ജാലിസ, അന്ന് അല്പം അടങ്ങിയിരിക്കണം. അപ്പൊ ഇദ്ദേഹത്തെ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ നബി എടുത്തു പറഞ്ഞൊരു കാര്യം എന്താ, അടങ്ങി തുമൈനീനത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ഇല്ലാതിരുന്ന പ്രശ്നം എന്താണ്, തുമൈനീനത്താണ്. ആ തുമൈനീനത്താണ് പഠിപ്പിച്ചത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നിസ്കാരത്തിന്റെ ഫർളുകളിൽ എന്ത് വേണം, തുമൈനീനത്ത് വേണം, അനക്കം അടങ്ങണം എന്ന് മനസ്സിലായി. അവിടെ നമ്മൾ ഈ വിഷയത്തിലുള്ള ഷാഫി, ഹനഫി, ഹംബലി മദ്ഹബുകളുടെ വ്യത്യാസങ്ങൾ പരിഗണിക്കുമ്പോൾ, ഷാഫി മദ്ഹബിൽ, ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഒക്കെ, മാലിക്കി മദ്ഹബിലും ഒക്കെ തന്നെ തുമഇനീനത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ ഒരു ഫർളാണ്. അനക്കമടങ്ങിയില്ലെങ്കിൽ നിസ്കാരം എന്താവില്ല, ശരിയാവും. റുക്കൂയിലും സുജൂദിലും എഴുത്തിദാലിലൊക്കെ അനക്കമടങ്ങിയില്ലെങ്കിൽ നിസ്കാരം എന്താവില്ല, ശരിയാവില്ല. ഹനഫി മദ്ഹബിൽ അത് ഫർളല്ല, വാജിബാണ്. അതാണ് വ്യത്യാസം. ചില ഹനഫി വാജിബാണ്. ഫർളും വാജിബും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷാഫി മദ്ഹബിൽ ഫർളും വാജിബും ഒന്നാണ്. ഒരു കാര്യം ഫർളാന്ന് പറഞ്ഞാൽ ആ കാര്യം വാജിബ്. വ്യത്യാസമുള്ളത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. എവിടെയെന്നറിയാവോ? ഹജ്ജിന്റെ വാജിബ് വേറെയാണ്, ഫർള് വേറെയാണ്. അല്ലാത്ത എല്ലായിടത്തും ഷാഫി മദ്ഹബിൽ ഫർളും വാജിബും. അപ്പൊ നിസ്കാരത്തിന്റെ ഫർളാന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ വാജിബാണ്, നിസ്കാരത്തിന്റെ വാജിബാന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഫർള ഒന്നാണ്. ഹജ്ജിന്റെ ഫർളുകൾ 6 ഹജ്ജിന്റെ വാജിബാത്തുകൾ 5 ഹജ്ജും വാജിബ്. അപ്പൊ ഇഹ്റാം കെട്ടുക എന്നുള്ളത് ഹജ്ജിന്റെ റുക്നാണ്, ഫർളാണ്. മീഖാത്തിൽ നിന്ന് ഇഹ്റാം കെട്ടുക എന്നുള്ളത് ഹജ്ജിന്റെ വാജിബാണ്. അറഫയിൽ നിൽക്കൽ ഹജ്ജിന്റെ ഫർളാണ്. സഫാ മർവയിൽ സഈ ചെയ്യൽ ഫർളാണ്. തവാഫ് ചെയ്യൽ ഫർളാണ്. ഇതൊക്കെ ഫർളാണ് ഹജ്ജിന്റെ. എന്നാൽ ജംറയിൽ കല്ലെറിയൽ വാജിബാണ്. മിനായിൽ രാത്രി താമസിക്കും. മിനായിൽ, മുസ്ദലിഫയിൽ, മീഖാത്തിൽ ഇഹ്റാം കെട്ടൽ, ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും വാജിബാത്തുകളാണ്. ഫർള് ഉപേക്ഷിച്ചാൽ ഹജ്ജ് ശരിയാവും, അതിന് പരിഹാരമില്ല. എന്തില്ല പരിഹാരം? ഹജ്ജിന്റെ ഒരു ഫർള് ഉപേക്ഷിച്ചാൽ പരിഹാരമില്ല. വാജിബ് ഉപേക്ഷിച്ചാൽ ബലിയർത്ത് കൊടുത്താൽ മതി. അതാണ് എന്റെ വ്യത്യാസം. ഹജ്ജിൽ മാത്രമേ വ്യത്യാസം. നിസ്കാരത്തിലേക്ക് വരുമ്പോഴോ ഫർളും വാജിബും ഒന്നാണ്. ഹനഫി മദ്ഹബിൽ എല്ലാ കാര്യങ്ങളിലും ഫർള് വേറെ, വാജിബ് വേറെ. അപ്പൊ അവര് ഫർള് എന്ന് പറയുന്നത്
ഖണ്ഡിതമായ തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് ഹനഫി മദ്ഹബിൽ ഫർള് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ അത് ഫർളാണ്. ഹദീസ് തന്നെ രണ്ടു തരം ഹദീസ് ഉണ്ട്. മുത്തവാത്തിറായ ഹദീസ്, ഖബർ വാഹിദ്, രണ്ടു തരം ഹദീസ്. മുത്തവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഈ ഹദീസ് വന്നപ്പോൾ ഓരോ പരമ്പരകളിലും വ്യത്യസ്ത നിവേദനങ്ങൾ ഉണ്ടാകുക, അതാണ് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ അനിഷേധ്യമായ എണ്ണം. അനിഷേധ്യമായ എത്ര എണ്ണം ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ മുത്തവാത്തിറായ ഹദീസ് എന്ന് പറയും. അപ്പോ നബിയിൽ നിന്നും 2-3 സഹാബാക്കൾ കേട്ടു, ആ സഹാബാക്കളിൽ നിന്നും 2-3-4 താബിയങ്ങൾ കേട്ടു, ഇങ്ങനെ ആ താബിയങ്ങളിൽ നിന്നും ഒരു 4-5 തബഅ താബിയങ്ങൾ കേട്ടു എന്ന് പറഞ്ഞാൽ ഒരു പരമ്പരയല്ല, പല പരമ്പരകളുണ്ട്. ചില ഹദീസുകൾക്ക് ഇതുപോലെ 10-20-30 പരമ്പരകളുണ്ടാവും. അങ്ങനെയുള്ള ഹദീസുകളാണ് മുത്തവാത്തിറായ ഹദീസ് എന്ന് പറയുക. അത്തരം ഹദീസുകളിൽ പറഞ്ഞ നിയമങ്ങളെയാണ് ഹനഫി മദ്ഹബിൽ എന്ത് പറയുക? ഫർള് എന്ന്. ആ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട നിയമങ്ങളെ കുറിച്ചാണ് ഫർള് എന്ന് പറയുക. ഖബർ വാഹിദ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നബി പറഞ്ഞു, ഒരു സഹാബി കേട്ടു, ആ സഹാബിയിൽ നിന്ന് ഒരു താബി കേട്ടു, ആ താബിയിൽ നിന്ന് ഒരു തബഅ താബി കേട്ടു. ഒറ്റ റൂട്ട് മാത്രമേ ഉള്ളൂ, ആ ഹദീസിന് ഖബർ വാഹിദ് എന്ന് പറയും. ഇത്തരം ഹദീസുകളിൽ പറയുന്ന നിയമങ്ങളെ ഖണ്ഡിതമായ തെളിവുകൊണ്ട് സ്ഥിരപ്പെട്ട നിയമമെന്ന് പറയില്ല, അബൂ ഹനീഫ പറയില്ല. അതുകൊണ്ട് അത്തരം ഹദീസ് കൊണ്ടൊരു നിയമം സ്ഥിരപ്പെട്ടാൽ ആ നിയമത്തിനെ കുറിച്ച് ഫർള് എന്ന് പറയില്ല, എന്തേ പറയുള്ളൂ? വാജിബ് എന്നേ പറയുള്ളൂ. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായോ? പക്ഷെ ഷാഫി മദ്ഹബിൽ അങ്ങനെയല്ല, ഷാഫി മദ്ഹബിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഫർളും വാജിബ് എന്തായിട്ട് വരുന്നത്? ഒന്നായിട്ട് വരുന്നത്. ഞാൻ ചില ഉദാഹരണം പറഞ്ഞ് മനസ്സിലാവും. ഇപ്പോ ഖണ്ഡിതമായ തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിച്ചാൽ കാഫിറാവും. ഇപ്പൊ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞു, അതിനെ നിഷേധിച്ചാൽ കാഫിറാവും അല്ലേ? നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞാൽ കാഫിറാവും. നിസ്കരിക്കാത്ത കാഫിറാവൂല. ഒരാൾ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ല, അതിൽ കാഫിറാവും ഇല്ല. പക്ഷെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ആൾ പറഞ്ഞു നിസ്കാരം ഒന്നും നിർബന്ധമിടവെന്ന് പറഞ്ഞാൽ അപ്പ കാഫിറായി. അതാണ് വ്യത്യാസം. വിശ്വാസവും അമലും രണ്ടാണ്. അമലില്ലാത്തതുകൊണ്ട് ഒരാൾ കാഫിറാവില്ല, വിശ്വാസം എന്താവും? കാഫിറാവും. അപ്പൊ ഖുർആനിൽ പറഞ്ഞൊരു കാര്യം, ഹജ്ജ് ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ കാഫിറായി. ഹജ്ജ് ചെയ്യാത്തും കാഫിറാവില്ല. കൂടാനൊക്കെ സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, ഹജ്ജ് ചെയ്തിട്ടില്ല, കാഫിറാവില്ല. അതിന് ഇടി ശിക്ഷ വേറെ ഉണ്ട്, പക്ഷെ കാഫിറാവില്ല. പക്ഷെ ഹജ്ജെന്നൊന്നും പരിപാടി ഇല്ല, അതൊക്കെ ഒരു തട്ടിക്കൂട്ടാന്ന് പറഞ്ഞാൽ കാഫിറാവും. നോമ്പില്ല എന്ന് പറഞ്ഞാൽ കാഫിറാവും. കാരണം ഇതൊക്കെ എവിടെ പറഞ്ഞ കാര്യമാണ്? ഖുർആനിൽ പറഞ്ഞ കാര്യം. അതുപോലെ നേരത്തെ പറഞ്ഞ മുത്തവാത്തിറായ ഹദീസ് കൊണ്ട് അനിഷേധ്യമായ അത്ര എണ്ണം ആളുകൾ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പറഞ്ഞൊരു കാര്യത്തിൽ നിഷേധിച്ചാൽ എന്താവും? കാഫിറാവും. മറ്റതുകൊണ്ട് കാഫിറാവില്ല. ഖബർ വാഹിദിലൂടെ വന്നൊരു നിയമത്തെ നിഷേധിച്ചു എന്നൊരു കാഫിർ ആവില്ല. അതാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. അതുകൊണ്ടാണ് ഒന്നുകൊണ്ട് സ്ഥിരപ്പെട്ടത് ഫർളും മറ്റൊന്നുകൊണ്ട് സ്ഥിരപ്പെട്ടത് വാജിബും ആയത്. അപ്പോ ഈ വാജിബായ കാര്യങ്ങളെ ബോധപൂർവം ഒരാള് ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാവും. എന്നാൽ മറന്നുപേക്ഷിച്ചാൽ അതിനെ എന്ത് ചെയ്യണം? ഈ ഫർളായ കാര്യങ്ങളെ ഒരാൾ ഉപേക്ഷിക്കാൻ പാടില്ല. ബോധപൂർവം ഉപേക്ഷിച്ച നിസ്കാരം എന്താകും? ബാത്തിലാവും. ഏതൊരു ഫർളിനെ ബോധപൂർവം ഒരാൾ ഉപേക്ഷിച്ച നിസ്കാരം എന്ത് ചെയ്യും? ഷാഫിയിലും മദ്ഹബിലും ബാത്തിലാവും, ഹനഫിയിലും ഒക്കെ എന്ത് ചെയ്യും? ബാത്തിലാവും. മറന്നുകൊണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? അത് ചെയ്യണം. ഉദാഹരണത്തിന് സുജൂദ്, നിസ്കാരത്തിൽ സുജൂദ് ഫർളാണ്. അതെന്താണ്? ഷാഫിക്കും ഫർള്, ഹനഫിക്കും ഫർള്. സുജൂദ് ബോധപൂർവ്വം ഒരാൾ ചെയ്തില്ലെങ്കിൽ നിസ്കാരം എന്താവില്ല, ശരിയാവും. മറന്നുപോയി ഒരാൾ സുജൂദ് ചെയ്തില്ലെങ്കിലോ? ആ സുജൂദ് ചെയ്യണം, ചെയ്താലേ അത് പരിഹരിക്കപ്പെടുള്ളൂ. മറന്നുപോയാലും എന്ത് ചെയ്യണം? ചെയ്യണം. ഒരാൾ 4 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിലേക്ക് ഓർമ്മ വന്നു, ഒരു റക്അത്തിൽ എന്ത് ചെയ്തിട്ടില്ല? സുജൂദ് ചെയ്തിട്ടില്ല. സഹവിന്റെ സുജൂദ് ചെയ്താൽ മതിയോ? ഇല്ലല്ല. സഹവിന്റെ സുജൂദോട് ഷാഫിയിലും പരിഹരിക്കില്ല, ഹനഫിയിലും ആ സുജൂദ് ചെയ്യണയാള് എന്നാലേ പരിഹരിക്കുന്നു. പക്ഷെ മറ്റത് റുക്കൂ, സുജൂദ്, ഖിയാമെല്ലാം ഈ കൂട്ടത്തിൽപ്പെട്ടതാണ്. മനഃപൂർവ്വം ഉപേക്ഷിച്ച നിസ്കാരം ബാത്തിലാവും. മറന്നുപോയിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സഹവിന്റെ സുജൂദ് ചെയ്ത പോരാ, അതുകൊണ്ട് അത് ഉപേക്ഷിച്ചത് ചെയ്യണം. റുക്കുവാണെ റുക്കൂ, സുജൂദാണെ സുജൂദ് ചെയ്തേ പറ്റും. വാജിബായ കാര്യം എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലന്നിയായ ഹദീസ് കൊണ്ട്, ലന്നിയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതായത് ഒറ്റപ്പെട്ട ഖബർ വാഹിദ് കൊണ്ട് മറ്റും സ്ഥിരപ്പെട്ടതാണ് വാജിബായ നിയമം എന്ന് പറയുക. അത് നിഷേധിച്ചാൽ കാഫിറാവില്ല. നിഷേധിച്ചാൽ തെറ്റാണ് നിഷേധിക്കുക, പക്ഷെ അതുകൊണ്ട് എന്താവില്ല? കാഫിറാവില്ല. ഒരു നിസ്കാരത്തിൽ നിന്നും ബോധപൂർവം ഒരാൾ വിട്ടുകളയുന്നത് ഗുരുതരമായ തെറ്റാണ്. ഗുരുതരമായ തെറ്റ്. ഹനഫി മദ്ഹബിന്റെ നിയമമായിട്ടോ പറയുന്നത് ഗുരുതരമായ തെറ്റാണ്. എന്നാൽ
പല സാഹചര്യങ്ങളും അത് ഉപേക്ഷിച്ച് ഞാൻ നിസ്കാരം അടക്കേണ്ടി വരികയും ചെയ്യും. എന്നാൽ മറന്ന് ചെയ്താൽ അത് സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. മറന്നു ചെയ്താൽ സഹവിന്റെ സുജൂദ്. ഈ കൂട്ടത്തിലാണ് തുമഇനീനത്ത് പെടുക. ഞാൻ ഇത് പറഞ്ഞെന്തിനാ? തുമഇനീനത്ത് ഏതിൽ പെട്ടതാണ്? വാജിബിൽ പെട്ടതാണ്. വാജിബിൽ പെട്ടതാണ്. അപ്പോ മറന്ന് ചെയ്താൽ അതിനെ പരിഹരിക്കും. അതെന്ത് ചെയ്താൽ മതി? സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാം. ഷാഫി മദ്ഹബിലോ തുമൈനത്ത് എഴുതിപ്പെട്ടതാ ഫർളാണ്. ഫർളും വാജിബും ഒന്നാണല്ലോ ഷാഫി. ഫർളാണ്. തുമൈനത്ത് വിട്ട നിസ്കാരം ഉണ്ടാവില്ല, ശരിയാവില്ല. ആദ്യത്തെ അത്തഹിയാത്തിനുണ്ടിയുള്ള ഇരുത്തം ഷാഫി മദ്ഹബിൽ എന്താണ്? സുന്നത്താണ്. അബഅദ് സുന്നത്താണ്. ഇരുത്തവും അത്തഹിയാത്തും അബഅദ് സുന്നത്താണ്. ഹനഫി മദ്ഹബിൽ അത് വാജിബാണ്. മദ്ഹബിൽ വാജിബാണ്. അവസാനത്തെ ഇരുത്തം ഫർളുമാണ്. അപ്പൊ അത് വിട്ടു കഴിഞ്ഞാൽ എന്ത് മതി? വാജിബാണെങ്കിലും അത് ഒഴിവാക്കിയാൽ എന്ത് ചെയ്താൽ മതി? സഹവിന്റെ സുജൂദ് മതി. പക്ഷെ ഷാഫി മദ്ഹബിൽ ഒരു വാജിബ് ഒഴിവാക്കിയാലോ സഹവിന്റെ സുജൂദ് മതിയോ? പോരാ. കാരണം ഷാഫി മദ്ഹബിൽ വാജിബും ഫർളും എന്താണ്? ഒന്നാണ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പൊ അത്രയും കാര്യം അത് ഒരു റക്അത്ത് നിസ്കരിക്കണം. സുജൂദ് അവസാനത്തെ റക്അത്തിലാണെങ്കിൽ അവസാനത്തെ റക്അത്തിൽ സുജൂദാണ് ഉപേക്ഷിച്ചതെങ്കിൽ എന്ത് ചെയ്താൽ മതി? സുജൂദ് ചെയ്തിട്ട് അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടിയ സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. സലാം വീട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ സുജൂദ് ചെയ്യണം. അവസാനത്തെ റക്അത്തിലേതാണെങ്കിൽ സുജൂദ് ചെയ്തിട്ട് അത്തഹിയ്യാത്ത് ഓതി ഒന്നുകൂടെ എന്ത് ചെയ്താൽ മതി? സലാം വീട്ടിയാൽ. വേറെ ഏതെങ്കിലും റക്അത്തിലാണെങ്കിൽ ഒരു റക്അത്ത് എന്ത് ചെയ്യണം? നിസ്കരിക്കാം. അടുത്തത് പറയാണ് അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു, ഇദാ കുന്നാ സലാസതൻ അയ്യതഖദ്ദമന അഹദുന, ഞങ്ങൾ 3 പേരോട് നിസ്കരിക്കുകയാണെങ്കിൽ ഒരാൾ മുന്നിൽ നിൽക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. അതിന്റെ അർത്ഥം എന്താ? ഒരാൾ ഇമാമായി നിൽക്കണം എന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. മറ്റൊരു ഹദീസ് അമ്മാർ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം അമ്മന്നാസ ഒരിക്കൽ ജനങ്ങൾക്ക് ഇമാമു നബിൽ മദായിനി, മദായിൻ എന്ന പ്രദേശത്ത് അമ്മാർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമു നിന്നു. വഖാമ ഇമാമു നിന്നത് അലാ ദുക്കാനി, ഒരു കടയിലാണ്, കുറച്ച് ഉയർന്ന സ്ഥലത്ത്. യുസല്ലി, അമ്മാർ റളിയല്ലാഹു അൻഹു കടയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. വന്നാസു യുസല്ലി അസ്ഫല മിൻഹു, ജനങ്ങൾ കുറച്ച് താഴെ നിന്നാണ് നിസ്കരിക്കുന്നത്. ജനങ്ങൾ താഴെ നിന്ന്, ഇമാമ മുകളിലും ഇമാമുമിങ്ങള് താഴെ നിന്ന് നിസ്കരിക്കുന്നത്. ആ കൂട്ടത്തിലായിരുന്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. എന്നിട്ട് ഈ ഇമാമ നിൽക്കുന്ന അമ്മാറിന്റെ കൈ പിടിച്ചു. കയ്യില് നിസ്കാരത്തിൽ തന്നെ വന്നിട്ട് കയ്യിൽ പിടിച്ചു. കൈ പിടിച്ചിട്ട് അമ്മാർ, കൈ പിടിച്ചപ്പോ അമ്മാർ പുറകെ പോയി, വിളിച്ചപ്പോ പുറകെ പോയി. ഒന്നും മിണ്ടുന്നില്ല, നിസ്കാരത്തിലാണ്. ഹത്ത അൻസലഹു ഹുദൈഫ, ഈ ഇമാമിനെ ഹുദൈഫ പിടിച്ച് താഴെ ഇറക്കി. മുകളിൽ നിൽക്കുന്ന ഇമാമിനെ പിടിച്ച് താഴെ ഇറക്കി. ഫലമ്മ ഫറ അമ്മാറുൻ മിൻ സലാത്തി, നിസ്കാരം കഴിഞ്ഞപ്പോൾ ഖാല ലഹു ഹുദൈഫ, ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇമാമ നിന്ന് അമ്മാറിനോട് പറഞ്ഞു, അലം തസ്മഅ എന്ന് കേട്ടിട്ടില്ലേ? ഖൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്ന് കേട്ടിട്ടില്ലേ? ഇദാ അമ്മർ റജുലു അൽ ഖൗമ, ഒരാള് ഒരു ജനതയ്ക്ക് ഇമാമ നിൽക്കുകയാണെങ്കിൽ ഫലാ യഖും ഫീ മഖാമിൻ അർഫഅ മിൻ മഖാമിഹിം, മാമൂമിങ്ങൾ നിൽക്കുന്നതിനേക്കാൾ ഉയരത്തിൽ നിൽക്കരുതെന്ന് റസൂൽ പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് കാരണം. ഇമാമ മാമൂമിങ്ങളെക്കാൾ എന്ത് ചെയ്യരുത്? ഉയരത്തിൽ നിൽക്കരുത്. ഇത് റസൂൽ പറഞ്ഞെന്ന് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഇമാമ നിന്ന് അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ നീ വിളിച്ചപ്പോ പോന്നത്, അല്ലെങ്കിൽ ഞാൻ പോരൂ. അതപ്പൊ എനിക്ക് ഓർമ്മ വന്നു, നീ വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഓർമ്മ വന്നുകൊണ്ടാണ് നിന്റെ പുറകെ ഞാൻ പോകുന്നത്. ഈ നാശത്താലെ എന്റെ കൈ പിടിച്ചപ്പോ ഞാൻ പോരാൻ കാരണം അതല്ലേ. ഒരു മസല നമ്മൾ പഠിച്ചെന്നാ പിടിച്ചത് ഇമാമും മാമൂമും ഒരേപോലെ സ്ഥലത്ത്. ഇമാമും മാമൂവിനേക്കാൾ മുകളിൽ നിൽക്കാനും പാടില്ല, മാമൂം ഇമാമിനേക്കാൾ മുകളിൽ നിൽക്കലും ആവശ്യമില്ലെങ്കിൽ കറാഹത്താണ്. അപ്പൊ 2ാം നിലയിൽ നിൽക്കണതോ? അപ്പൊ നിൽക്കണതോ? ആവശ്യമുണ്ടല്ലോ, താഴെ ഫുള്ളായല്ലോ, പിന്നെ എന്ത് ചെയ്യാം? താഴെ ഫുള്ളാകാതെ മുകളിൽ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. ആവശ്യമില്ലാതെ ഇമാമും മുകളിൽ നിൽക്കരുത്, മാമൂമും മുകളിൽ നിൽക്കരുത്. രണ്ടുപേരും ഒരേ പോലെ നിൽക്കണം. അത് ചില പള്ളികളിൽ അങ്ങനെയുണ്ട്. ഈ ബാൽക്കണി പോലെയൊക്കെ ചില പള്ളികളിലുണ്ട്. ഇപ്പോൾ ചില പള്ളികളിലെ കാണും. ആവശ്യമില്ലെങ്കിൽ അത് കറാഹത്താണ്. മനസ്സിലായി? ആവശ്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചില സ്ഥലത്ത് ആവശ്യം വരും, ചില സ്ഥലത്ത് ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഇതൊന്നും നോക്കിയിട്ടല്ലോ പള്ളി പണിയാണത്. പള്ളി പണിയാൻ തീരുമാനിക്കുന്ന എഞ്ചിനീയർ ആണല്ലോ. അവിടെ ഉലമാക്കൾക്ക് സാധനമൊന്നുമില്ലല്ലോ.
അതെ, എന്നാ പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി.